അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കേന്ദ്ര മുശാവറയിലേക്ക് സമസ്ത 6 ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിന് ഉടനെ തന്നെ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വളരെ ലജ്ജാവഹമാണ്. എന്താണ് മാധ്യമങ്ങൾ കൊടുത്തത്? ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ഫസ്റ്റ് ന്യൂസ് ഞങ്ങളാണ് കൊടുക്കുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാണക്കാട് കുടുംബം പുറത്തു തന്നെ സമസ്ത മുശാവറ പുനഃസംഘടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഈ ന്യൂസ് ഇത് ചില മാധ്യമങ്ങൾക്ക് കൊടുത്തു. എല്ലാവർക്കും അറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ എന്ന് പറയുന്നത് അത് പണ്ഡിത സഭയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഈ തരത്തിലുള്ള ന്യൂസുകൾ, വളരെ പരിഹാസ്യമായ ന്യൂസുകൾ കൊടുക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ, അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെയ്യുന്നത് വളരെ വൃത്തികെട്ട പണിയാണ് എന്നതിൽ സംശയമല്ല. മറ്റൊന്ന്, ഇതിന് കാരണമായ ചിലരെ കൂടെ നമ്മളിതിൽ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കാരണം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമുക്കറിയാം, അദ്ദേഹം കേരളത്തിൽ വളരെ അറിയപ്പെട്ട, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നൊരു മഹാനായിരുന്നു. അദ്ദേഹം മുശാവറ അംഗമായിരുന്നില്ല, അദ്ദേഹം പാണക്കാട് തങ്ങളായിരുന്നു, മുശാവറ അംഗമായിരുന്നില്ല. പക്ഷേ ആരെങ്കിലും അദ്ദേഹത്തെ മുശാവറയിൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തുകൊണ്ട് മുശാവറ മെമ്പർമാരുടെ വീട്ടിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നാലിന്ന വ്യക്തിയെ, ചരിത്രത്തിൽ തന്നെ ഇന്നാലിന്ന വ്യക്തിയെ മുശാവറയിൽ എടുക്കണം എന്ന അപേക്ഷയുമായിട്ട് ആരെങ്കിലും പോയിട്ട് അതിൻ്റെ പേരിൽ മുശാവറയിലെടുത്ത ഏതെങ്കിലും വ്യക്തിയുണ്ട് ചരിത്രത്തിൽ? എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ അവഹേളിക്കാൻ വേണ്ടി ഒരു സംഘം സുഹാബികൾ ഈ പണിയെടുത്തു. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത്. ഇന്ന ആളുകളെ മുശാവറയിലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല മുശാവറ മെമ്പർമാരുടെയും വീടുകൾ കയറിയിറങ്ങി. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണിത്, നിഷേധിക്കാൻ കഴിയില്ല. മാത്രമല്ല, സമസ്തക്ക് തന്നെ നേരിട്ട് ഇന്ന ആളുകളെ മുശാവറയിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ചില ബുദ്ധി കുറഞ്ഞ വിവരശൂന്യരായ സുഹാബികൾ. എത്രത്തോളം ഉണ്ട് ഇവരെ തലേൻ്റെ ഉള്ളിൽ തലച്ചോറെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. സമസ്ത മുശാവറ കൂടിയിട്ട് എടുക്കുന്നതല്ലേ, അതിന് യോഗ്യരായ ആളുകളെ സമസ്ത എടുക്കൂലേ? ഓരോ കാലഘട്ടത്തിലും അതിന് യോഗ്യരായ ആളുകളല്ലേ സമസ്ത മുശാവറ കൂടിയിട്ടെടുക്കുക. അതിന് പിന്നെ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ ഇവരാരാണ്? സമസ്ത മുശാവറിനെക്കാട്ടി മേലുള്ള ആളുകൾ. അതിനാണ് മുശാവറ ഷൂറ എന്ന് പറയുന്നത് തന്നെ. എന്താണ്? അത്രയും യോഗ്യരായ പണ്ഡിതന്മാരുടെ സഭയാണ്. ആ സഭ കൂടിയെടുക്കുമ്പോഴാണ് അതിന് തീരുമാനം ഉണ്ടാകുന്നത്. അതാണ് അംഗീകാരം. അതിനാണ് അംഗീകാരം എന്ന് പറയുന്നത്. നേരെ മറിച്ച് പുറത്തുനിന്ന് ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരാളെടുക്കുന്നത് എന്തായിരിക്കും അയാളുടെ ഒരു നിലവാരം? ആലോചിച്ച് നോക്കി. റെക്കമെൻഡ് ചെയ്തിട്ട് ഒരാൾ മുശാവറയിൽ വന്നാൽ അയാളുടെ നിലവാരം എന്തായിരിക്കും? വളരെ മോശമല്ലേ സുഹൃത്തുക്കളെ? വളരെ ചീപ്പ് പരിപാടിയല്ലത്. നേരെ മറിച്ച് അയാൾക്ക് അംഗീകാരം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ മുശാവറ ഇരുത്തം ചെന്ന പണ്ഡിതന്മാർ ഒരുമിച്ച് അദ്ദേഹത്തെ പറ്റുമെന്ന് 40 ആളുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ 30 ആളുകളോ അല്ലെങ്കിൽ 35 ആളുകളും ഈ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി പറയാണ് അദ്ദേഹത്തെ മുശാവറയിൽ എടുക്കാൻ പറ്റും. അതാണ് അംഗീകാരം. അവിടെയാണ് അദ്ദേഹത്തിന് അംഗീകാരം വരുന്നത്. നേരെ മറിച്ച് ഈ റെക്കമെൻഡേഷനായിട്ട് നടന്നിട്ട് ഈ ആളുകൾ ആരെയാണ് അവഹേളിക്കാൻ ശ്രമിക്കുന്നത്? നോക്കൂ നിങ്ങൾ. സാധാരണക്കാർക്കിടയിൽ ഇതൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നു. എന്താണ് തെറ്റിദ്ധാരണ? സമസ്ത മുശാവറ ഇവരുമായിട്ട്, പാണക്കാട് തങ്ങളുമായിട്ട് തെറ്റിലാണ്, അല്ലെങ്കിൽ അവരെ എടുക്കൂല എന്നുള്ളൊരു നരേഷൻ സൃഷ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിക്കുന്ന കളിയാണിത്. യഥാർത്ഥത്തിൽ അതിന് യോഗ്യതയുള്ള ആളുകളെ സമസ്ത എടുക്കും. അത് സമസ്തയുടെ തീരുമാനമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു മുശാവറൻ്റെ പേരിൽ ഈ തങ്ങന്മാരെന്തെങ്കിലും തെറ്റ് ചെയ്തോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇവർ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇന്ന ആൾ മുശാവറയിലെടുക്കണം എന്ന്? ഈ സുഹാബികളെ കത്തും കൊണ്ട് പോയിട്ട് ഓരോ ആളുകളെ മുശാവറ മെമ്പർമാരെ കാണാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഈ തങ്ങന്മാർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് എങ്ങനെയാലും ഒന്ന് മുശാവറയിൽ കയറണം, കൊണ്ട് നിങ്ങൾ ഇന്ന ആളുകൾക്ക് ചെല്ലിയും? എന്നിട്ട് ഓരോടൊന്ന് ചോദിച്ചു നോക്കി.
ഞങ്ങളെ മുഷാവറയിൽ എടുക്കുമോ എന്ന് ഈ തങ്ങന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ അവരെ കൂടെ പറയിപ്പിക്കുന്ന പണി എടുക്കുന്നത് ആരാണ്? ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. എത്രത്തോളം നിലവാരം കുറഞ്ഞ പണിയാണ് ഇവർ ചെയ്യുന്നത്. എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള അന്തം ഇവർക്ക് പോലും ഇല്ല. നോക്കൂ നിങ്ങൾ, ഇന്ന് സമസ്തയുടെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ പണ്ഡിതന്മാരുടെ യോഗ്യതയും അവരുടെ വിജ്ഞാനത്തിൻ്റെ ആഴവും അവർ ചെയ്ത വൈജ്ഞാനിക മേഖലയിൽ സേവനങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്കി. എത്ര വർഷങ്ങൾ ദർസ് നടത്തിയവരാണ്, എത്ര വർഷം ദർസ് പഠിച്ചവരാണ്. വലിയ വലിയ ആലിമീങ്ങളുടെ ശിഷ്യന്മാരായി പഠിച്ച് എത്രയോ വർഷങ്ങളായിട്ട് ദർസ് മേഖലയിൽ ആ ദർസ് നടത്തി ജീവിതം മുഴുവൻ അതിനു വേണ്ടി മാറ്റിവെച്ച് എത്രയോ ശിഷ്യന്മാരെ വാർത്തെടുത്ത് അവർക്ക് ശിഷ്യന്മാരുണ്ടായി, അവർ പ്രബോധന മേഖലകളിൽ സജീവമായി. അങ്ങനെ ഇരുത്തം ചേർന്ന പണ്ഡിതന്മാരല്ലേ ഈ മുഷാവറ തിരഞ്ഞെടുത്തിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഒരു കളിയാ? ഇതൊക്കെ റെക്കമെൻഡേഷനിൽ നടക്കുന്നതാ? ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റുന്നതാണോ? എന്താണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുള്ളത്? ആലോചിച്ചൊക്കെ ചെറിയ കുട്ടിൻ്റെ ബുദ്ധി പോലും ഇവർക്കില്ല. കഴിഞ്ഞ മസ്ലഹത്ത് യോഗങ്ങളിലൊക്കെ ഇവർ ഉന്നയിച്ച ആവശ്യതാണത്രേ, ഇന്ന ആളുകളെ മുഷാവറയിലെടുക്കണം. എന്ത് ബുദ്ധിയാണ് ഇവർക്കുള്ളത്? ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ ആൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക. അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതോ നേരെ തിരിച്ചാണ്. തങ്ങന്മാർക്ക് സ്ഥാനവും മാനവും അവരാഗ്രഹിക്കുന്നതല്ലല്ലോ, ജനങ്ങൾ കൊടുക്കുന്നതല്ലേ. അതുപോലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ തക്കത്തിനുള്ള പരിപാടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകൾ സമസ്തക്കല്ല, പ്രാഥമികമായിട്ടും ആത്യന്തികമായിട്ടൊക്കെ ദോഷം ചെയ്യണത് ഇവർ ആരുടെ ആളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു, അവർക്കാണ് ഇതൊക്കെ ദോഷം ചെയ്യുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, മുഷാവറയിൽ ഇങ്ങനെ ഇന്ന ആളുകൾ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് അവിടെ. ആലോചിക്കണം നിങ്ങൾ. അതവർ മുഷാവറ അവർ ഫില്ല് ചെയ്യും, മുഷാവറ ചെയ്യുമ്പോൾ അവർ ഫില്ല് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ. അപ്പോൾ അവർ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം എന്തിനാണ് പ്രിയപ്പെട്ടവരെ, പൊന്നു മക്കളെ, നിങ്ങൾ ഈ അവരെ കൂടെ വഷളാക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അതിനോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്കും വലിയ സ്ഥാനങ്ങളുണ്ടാവും. പണ്ട് സമദാനി പറയുന്നത് പോലെ കടലിൽ നിന്ന് ആ തിരമാലയുടെ ഓളങ്ങളും അതിൻ്റെ അലർച്ചയും അതിൻ്റെ ഗാംഭീര്യവും ഒക്കെ കണ്ടിട്ട് ഒരാൾ ഈ തിരമാലൻ്റെ വീട്ടിലും ഉണ്ടാക്കണമെന്ന് കരുതി അതിൽ നിന്നൊരു ബക്കറ്റ് വെള്ളം കോരിയിട്ട് അയാൾ വീട്ടിൽ പോയി. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ആ ബക്കറ്റിലെ വെള്ളത്തിനോട് അയാൾ പറഞ്ഞ്, ആട് തിരമാലേ പാട് തിരമാലേ, തിരമാല ആടുന്നില്ല തിരമാല പാടുന്നില്ല. കാരണം അത് സമദാനിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? തിരമാല കടലിൽ ചേർന്ന് നിന്നാലേ അത് തിരമാല ആടും പാടുകയൊക്കെ ചെയ്യുള്ളൂ. ആ ബക്കറ്റത്തെ വെള്ളം തരടിക്കുമോ? ഇല്ല. ഇതുപോലെ സമസ്തയോട് ചേർന്ന് നിന്നാൽ ആട് തിരമാലേ പാട് തിരമാലേ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് ആടുകയും പാടുകയും ചെയ്യും, തിരടിക്കുകയും ചെയ്യും. നേരെ മറിച്ച് അത് ബക്കറ്റ് കോരിക്കൊണ്ട് ഒരു സ്ഥലത്ത് വെച്ചാലോ, സമസ്തയോട് അടർന്ന് നിന്ന് കഴിഞ്ഞാൽ ആടൂല പാടൂല, തിരമാലയ്ക്ക് തിരമാലിൻ്റെ വില ഉണ്ടാകുമോ, പച്ചവെള്ളം അതാവുള്ളൂ. അതേപോലെയാണ് ഇന്ന് പലരുടെയും അവസ്ഥ. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും സമസ്തയെയും ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരെയും അവഹേളിക്കുന്ന തരത്തിൽ യാതൊരുവിധ പ്രവർത്തനവും സമസ്തയുടെ യഥാർത്ഥ ആളുകളുടെ പക്കൽ നിന്നുണ്ടാവുകയില്ല. നേരെ മറിച്ച് അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് തങ്ങന്മാരെ സുഖിപ്പിച്ചിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന്, തങ്ങന്മാരുടെ യഥാർത്ഥ സ്നേഹികൾ മുഹിബീങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കളിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടുന്ന് പലതും കിട്ടാത്തതിൻ്റെ പേരിലാണ് അങ്ങോട്ട് ചാടുന്നത്, അവിടുന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ചാടും. പല കളികളും കളിക്കും.
ഇവരുടെ താല്പര്യം ഭൗതികമാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള താല്പര്യമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സൽബുദ്ധി നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.